ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭക്ഷ്യമന്ത്രിയുടെ ഒരു പ്രത്യേക അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ കിറ്റിന്റെ വിതരണം 16-ാം തീയതി ശനിയാഴ്ചയോട് കൂടിയിട്ട് അവസാനിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിന് ശേഷം നീട്ടി നൽകാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളത് ഭക്ഷ്യമന്ത്രിയുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നു. കാരണം 3 പ്രാവശ്യമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേജിൽ 2 പ്രാവശ്യവും ഈ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഒരു നീട്ടി നൽകൽ ഉണ്ടാവില്ല. അത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും ഈ ഒരു വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വളരെ വൈകിയാണ് കിട്ടിയത്. അതിന്റെ വിതരണം 9-ാം തീയതിയോട് കൂടിയിട്ട് തീർന്നു. അതിനുശേഷവും ആളുകൾ വാങ്ങാൻ ചെന്നപ്പോൾ അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള കമന്റുകൾ നമ്മുടെ വീഡിയോക്ക് താഴെ കണ്ടു. ഞങ്ങളുടെ നവംബർ മാസത്തെ കിറ്റ് ചെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു, അത് തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അത് കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ വീഡിയോയിൽ അതും ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പൊ ഇനി 2 ദിവസം മാത്രമാണ്, 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന്, നാളെ, മറ്റന്നാൾ. അത് കഴിഞ്ഞാൽ പിന്നെ കിറ്റ് നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിറ്റുകളെല്ലാം തീരുകയാണ്. അത് കഴിഞ്ഞാൽ ആ കിറ്റ് തിരിച്ചു പോകുന്നതാണ്. പിന്നെ ആ കിറ്റ് നമുക്ക് ലഭിക്കുകയില്ല. ഒരു അവസരം ഉപയോഗപ്പെടുത്തി ഇനി കിറ്റ് കൈപ്പറ്റാൻ ബാക്കിയുള്ള എല്ലാ ആളുകളും ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റേണ്ടതാണ്. ചില ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരുപാട് റേഷൻ കടകളിൽ കിറ്റ് സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പല ആളുകളും റേഷൻ കടയിൽ പലവട്ടം പോയിട്ട് മടങ്ങി പോകുന്നതാണ് കിറ്റിന്റെ സ്റ്റോക്ക് എത്താത്തത് മൂലം. മറ്റൊന്ന്, ഈ ജനുവരി മാസത്തിൽ ഒരു കിറ്റ് ലഭിച്ചിട്ടുണ്ട്. അത് ഡിസംബർ മാസത്തെ കിറ്റാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം അവർ ഈ വീണ്ടും ചെല്ലാത്തത്. കാരണം അത് നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് ആയിരുന്നു. ആ നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് ഡിസംബർ മാസത്തേതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് പല ആളുകളും ആ കിറ്റ് വാങ്ങാത്തത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക. നമ്മുടെ ഈ പോസ്റ്റ് മെഷീനിൽ നിങ്ങളുടെ വിരൽ വെച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് കിറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പം ഈ ഒരു ഏകദേശം ഒരു 400 രൂപയോളം വരുന്ന ഈ ഒരു കിറ്റ് നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ആ കിറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിയിട്ട് പാവപ്പെട്ട വല്ല ആളുകൾക്കും കൊടുത്തോളി. എന്നാലും അത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കിറ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത് അവസാന അവസരമാണ്. ഇതാണ് ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും